ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ട് തരം അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നൊരു നെല്ലിക്ക അച്ചാറും പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നെല്ലിക്ക വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നെല്ലിക്ക അച്ചാറും വെളുത്തുള്ളി അച്ചാറും തനിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക, ഒരു 1/2 കിലോ നെല്ലിക്ക നല്ലപോലെ കഴുകി തുടച്ച് സ്റ്റീം ചെയ്ത് വേവിച്ച് വെച്ചതാണ്. വേവിച്ച് ചെറിയ ചെറിയ അല്ലികളാക്കി നുറുക്കി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കിലോ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. വലിയതൊക്കെ രണ്ടാക്കി, ചെറുതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. നല്ലെണ്ണയിലിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ. നെല്ലിക്ക വേവിച്ച് വെച്ചതാണല്ലോ, അപ്പോൾ വെളുത്തുള്ളി നമുക്കൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. നെല്ലിക്ക വെളുത്തുള്ളി വേറെ വേറെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ രണ്ടും തനിയാണ് ഉണ്ടാക്കുന്നത്. ചിലവർക്ക് വെളുത്തുള്ളി അച്ചാർ തന്നെ കഴിക്കുന്നവരുണ്ടാവും, ചിലവർക്ക് നെല്ലിക്കച്ചാർ തന്നെ കഴിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തനിയെ ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് വേണ്ടി രണ്ടും ഒന്നിച്ചായാലും ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ നെല്ലിക്ക ചൂടായപ്പോൾ വാങ്ങി അതേ പാത്രത്തിൽ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വീണ്ടും കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ കുറച്ചൊരു 100 ഗ്രാം ഇഞ്ചി നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇഞ്ചി. അതിനുശേഷം കുറച്ച് പച്ചമുളക് നല്ലപോലെ കഴുകി തുടച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നല്ലപോലെ ഒരു ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ ഒരു കഷ്ണം കായം, 2 സ്പൂണ് ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വറുത്ത് പൊടിച്ച കായം ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ചെറു ചൂടോടുകൂടി തന്നെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാനായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 6 ടീസ്പൂണ് മുളക് പൊടി, നല്ല ചുവന്ന മുളക് പൊടിയാണ്. 6 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ മുളക് പൊടിയും കൂടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറിയ ചൂടിലാണ്, എണ്ണയുടെ ചെറിയ ചൂടിലാണ് കേട്ടോ ഇളക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. അതിന് ശേഷം കുറച്ച് വിനീഗറും കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു. ആ മസാലയും വെളുത്തുള്ളിയല്ല, മസാലയും ഇഞ്ചിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിക്കേണ്ടത്. വിനീഗറും വെള്ളം കൂടിയാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം അത് മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ വെളുത്തുള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെളുത്തുള്ളി വറുത്ത് വെച്ചു. അതിലേക്ക് ഉപ്പിട്ടുണ്ടായില്ല, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. വെളുത്തുള്ളിയിൽ ഉപ്പൊന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നെല്ലിക്കയിൽ ഉപ്പിട്ടുണ്ടായില്ല, നെല്ലിക്കയിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. നെല്ലിക്കയും അതുപോലെ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 1/4 കിലോ വെളുത്തുള്ളിയും 1/2 കിലോ നെല്ലിക്കയാണ്. അപ്പോൾ നമ്മൾ മസാല ചൂടാക്കി വെച്ചതിൽ നിന്ന് ഒരു ഭാഗം നെല്ലിക്കയിലേക്കും ഒരു ഭാഗം വെളുത്തുള്ളിക്കും 2 ഭാഗം നെല്ലിക്കയിലേക്കുമാണ് കേട്ടോ.
ഒരു ഭാഗം വെളുത്തുള്ളിയിലേക്കും 2 ഭാഗം നെല്ലിക്കയിലേക്കും ചേർത്ത് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ആ നല്ലെണ്ണയിൽ ചൂടാക്കിയ മസാലക്കൂട്ടുണ്ടല്ലോ, എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അങ്ങനെ വെളുത്തുള്ളി റെഡിയായി, വെളുത്തുള്ളി അച്ചാർ റെഡിയായി. അതുപോലെ തന്നെ നെല്ലിക്കയും മസാലയും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെല്ലിക്ക അച്ചാറും വെളുത്തുള്ളി അച്ചാറും ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.